നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കുംഭമേളയിലെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനത്തിന് സ്വീകരണ വേദി നിഷേധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ്. വരവേൽപ്പ് നിശ്ചയിച്ചത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്ത്. പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ. കടക്കെണിയിൽ നട്ടം തിരിയുമ്പോഴും വീണ്ടും കേരളം കറങ്ങാൻ പിണറായി. മുഖ്യമന്ത്രിയുടെ പര്യടനം മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി. ഒരു മാസത്തെ യാത്ര ഏപ്രിൽ 21 മുതൽ കാസർഗോഡ് നിന്ന്. PFIയുടെ കണ്ടുകെട്ടിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനം കണ്ടുകെട്ടിയ അക്കൗണ്ട് വിവരങ്ങൾ അറിയിക്കണം. ജമ്മുകശ്മീരിൽ വ്യാപക NIA റെയ്ഡ്. പരിശോധന ഭീകരരുടെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ. നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ച 65 തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അറസ്റ്റിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ പ്രശംസിച്ച് ശശി തരൂർ. ഒരേ സമയം റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനാണ് പ്രധാനമന്ത്രി. ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നുവെന്നും ശശി തരൂർ. രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനൊടുക്കി. കുടുംബം ഒന്നടങ്കം ജീവനൊടുക്കിയത് കൊല്ലം താന്നി പാലത്തിന് സമീപം. മകളാദിയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത് അജീഷ് കുമാർ സുലു ദമ്പതികൾ. ആശാ വർക്കർമാരുമായി ചർച്ചയാകാമെന്ന് പിണറായി സർക്കാർ. NHM ഡയറക്ടർ ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചു. സർക്കാർ നീക്കം. നാളെ മുതൽ ആശമാർ നിരാഹാര സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ എക്സൈസ് എറണാകുളം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച്. പോലീസ് ചെറുത്തുനിൽപ്പ് ജലപീരങ്കിയോടെ. KSUവിൻ്റെ സംസ്ഥാനതല ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്ര പൊളിഞ്ഞു. പരിപാടി തകർന്നത് നേതാക്കളുടെ നിസ്സഹകരണം മൂലം. 12 ജില്ലകളിൽ നിന്ന് വിട്ടുനിന്ന 210-ലധികം ഭാരവാഹികൾക്ക് സസ്പെൻഷൻ. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിക്ക് വേണ്ടി ചെക്ക് ഡാം തകർത്തതായി പരാതി. കോരയാർ പുഴയിൽ എടുപ്പുകുളം ഭാഗത്തെ ചെക്ക് ഡാമാണ് പൊട്ടിച്ചത്. ഡാമിൽ വെള്ളം സംഭരിച്ചാൽ മദ്യക്കമ്പനിയുടെ ഭാഗത്ത് പുഴയിൽ വെള്ളം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഡാം പൊളിച്ചതെന്ന് നാട്ടുകാർ. ഒമ്പത് മാസത്തെ കാത്തിരിപ്പിന് വിരാമം. സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിൽ. പേടകം ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 കടൽ തൊട്ടു. 4 യാത്രികരും സുരക്ഷിത. സുനിത വില്യംസ് ഭാരതത്തിലേക്ക് എത്തുമെന്ന് ബന്ധുക്കൾ. സന്ദർശനം പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം.
വാർത്തകൾ വിശദമായി. അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് മുന്നോടിയായി RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേക്ക മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. But the thing is, I don't know. See, let me complete the question, sir. Let me complete. Let me clarify first thing. See, I don't see clarification. Please, let me ask the question to you. You said he is welcome to the headquarters. Even Atal Bihari Vajpayee also has visited. But of late, Narendra Modi ji has always been praising even the latest podcast which we saw. He is always coming out in praise of RSS. But Mohan Bhagwat ji, on the other hand, he is not at all come out in praise of the Prime Minister. And this meeting on March 30 is happening in the background of BJP selecting or nominating, declaring the BJP national president. So how do you address to this question? No. So this is a routine baitak. Every year it happens. And so every year we come, all Sensevox office bearers from all our important office bearers come together. We discuss about the RSS working. We review it and we plan for the further our programs and etc. So it's a routine. I think it has nothing to do with. So all organizations they do their job, they do their decisions. So it's I think it's a well routine plan. I got your question and you got my answer also. I think. Thank you. ನಮಸ್ತೆ ಸರ್. ಇಲ್ಲಿ ಸರ್ ನಮಸ್ತೆ ಸರ್. ಕರ್ನಾಟಕದಲ್ಲಿ ಇತ್ತೀಚೆಗೆ ಅಂದರೆ ಕಳೆದ 2 ವರ್ಷದಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಸರ್ಕಾರ ಬಂದ ನಂತರ ಕೋಮು ಗಲಭೆಗಳು ಜಾಸ್ತಿ ಆಗ್ತಿದೆ ಅಂತಕ್ಕಂಥದ್ದು ಜಾಸ್ತಿ ಆಗ್ತಾ ಇದೆ. ಈ ಸಂಬಂಧಪಟ್ಟಂತೆ RSSನೇ ನೇರವಾಗಿ ಇದರಲ್ಲಿ ಭಾಗಿಯಾಗಿದೆ ಅಂತಕ್ಕಂಥ ಒಂದು ಆರೋಪವನ್ನು ಕರ್ನಾಟಕದ ಮುಖ್ಯಮಂತ್ರಿಗಳು ಅಧಿವೇಶನ ನಡೆಯುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ನೇರವಾಗಿ ಹೇಳ್ತಾರೆ. ಇದಕ್ಕೆ ತಮ್ಮ ಒಂದು ಅಭಿಪ್ರಾಯಗಳು, ತಮ್ಮ ಅನಿಸಿಕೆ ಏನಾದರೂ? See, I have not seen that video or that news. I am not aware about that. But I can say about RSS. RSS is working with the people for the nation building activities. Our Sensevox are involved in the nation building activity peacefully. And so from day one, Vijayadashmi 1925 to this day, we are involved in we are clear from our side. So I think Sir, for I have a today, Sir, I have a question. It was just briefing for बैठक only. एक सवाल मुझे भी आपसे पूछना था सर. जो नागपुर में हो रहा है और जो हम वायलेंस देख रहे हैं, I want to know how important it is because it happened a few meters away from the headquarters of the RSS. Is Aurangzeb relevant today? And the Chief Minister of Maharashtra also said that this was a pre-planned attack. And right now we also have the police also investigating this. What is your take? What is the RSS take on this? Because it was led by the VHP there. What do you think is the RSS take on this? See, any type of violence is not good to the health of the society. And I think police are have taken the cognizance of it. And so I think they will go into the details. And that's the point. Is Aurangzeb relevant today? Do you think the tomb should be moved? I think not relevant. Okay. ಸೊ ಎಲ್ರಿಗೂ ಧನ್ಯವಾದಗಳು. ಭೋಜನದ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಲಾಗಿದೆ. ನಾವೆಲ್ಲರೂ ಕೂಡ ಭೋಜನವನ್ನು ಸ್ವೀಕರಿಸಿ ಹೋಗಬೇಕು. ದ ಲಂಚ್ ಈಸ್ ಬೀನ್ ಅರೇಂಜ್ಡ್ and on 21st March 21st day after tomorrow, I mean Friday morning 8:30 a.m. we request all journalists to be present here, especially cameramen and photographers will go to the inaugural ceremony. ಅದನ್ನು ಮುಗಿಸ್ಕೊಂಡು ಅಲ್ಲಿ ಕವರೇಜ್ ಮುಗಿಸ್ಕೊಂಡು ಮತ್ತೆ ಇಲ್ಲಿ 9 o'clock
ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് മുന്നോടിയായ RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംപേക്ക മാധ്യമങ്ങളെ കാണുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഏതൊക്കെ വിഷയങ്ങളാണ് ഈ പ്രതിനിധി സഭയിൽ ചർച്ച ചെയ്യുക? ഇതുമായി ബന്ധപ്പെട്ട ആംപേക്കർ മാധ്യമങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞത്? ആനന്ദ് നമ്പ്യാർ ഈ മാസം 21 മുതൽ 23 വരെ 3 ദിവസത്തെ യോഗമാണ് അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്കാണ് ബംഗളൂരുവിൽ തുടക്കമാകാൻ പോകുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ അംബേദ്കർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ യോഗത്തിൽ പ്രധാനമായും, അതായത് അഖില ഭാരതീയ പ്രതിനിധി സഭ എന്നത് RSSന്റെ ഏറ്റവും പരമോന്നത സമിതിയാണ്. ഇത് എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ നടക്കുന്ന ഒരു യോഗമാണ്. ഈ യോഗത്തിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും. സംഘത്തിന്റെ ഒരു വർഷത്തെ പ്രവർത്തനം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. ഒപ്പം വിജയദശമി ദിനത്തിൽ RSSന്റെ സർസംഘചാലക് നടത്തുന്ന വിജയദശമി സന്ദേശം സംബന്ധിച്ചുള്ള ചർച്ചകൾ, അതായത് കഴിഞ്ഞ വിജയദശമി സന്ദേശം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ പ്രതിനിധി സഭയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ യോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം. RSS അതിന്റെ 100ാം വാർഷികം, ശതാബ്ദി വർഷത്തിലേക്ക്, അതിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. വരുന്ന വിജയദശമി മുതൽ, അതായത് ഈ വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിലെ RSSന്റെ സ്ഥാപക ദിനം മുതൽ അടുത്ത വർഷം 2026 വിജയദശമി വരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് സംഘം ആലോചിക്കുന്നത്. അപ്പോൾ അതിന്റെ ആലോചനകളും അതോടൊപ്പം തന്നെ അവസാനവട്ട ചർച്ചകളും ഈ ബംഗളൂരുവിൽ നടക്കുന്ന പ്രതിനിധി സഭയിലും ഉണ്ടാകും. എന്തായാലും 2 പ്രധാനപ്പെട്ട ബൈഠക്കുകളാണ് RSS അഖില ഭാരതീയ തലത്തിൽ ഒരു വർഷത്തിൽ നടത്താറുള്ളത്. അതൊന്ന് ഈ മാർച്ച് മാസത്തിൽ നടക്കുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയും മറ്റൊന്ന് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന അഖില ഭാരതീയ കാര്യകാരി മണ്ഡൽ ബൈഠക്കുമാണ്. അതിൽ പ്രതിനിധി സഭയിലാണ് സാധാരണയായി ചുമതല മാറ്റങ്ങൾ, പുതിയ ചുമതലകളിലേക്ക് എത്തുന്നവരും അതോടൊപ്പം തന്നെ നിലവിലെ ചുമതലകൾ മാറുന്നതൊക്കെ സാധാരണയായി പ്രതിനിധി സഭയിലാണ്. പക്ഷെ അത് ഈ പ്രതിനിധി സഭയിൽ ചുമതല മാറ്റം ഉണ്ടാകത്തില്ല. കാരണം അത് നാഗ്പൂരിൽ വെച്ച് നടക്കുന്ന RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭകളിലാണ് ചുമതല മാറ്റങ്ങളും പുതിയ ചുമതലകളും നിശ്ചയിക്കുന്നത്. അതിനാൽ ബംഗളൂരുവിൽ നടക്കുന്ന ഈ യോഗത്തിനകത്ത് ചുമതല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകത്തില്ല എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അനിൽ നമ്പ്യാർ. അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് മുന്നോടിയായി RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംപേക്ക മാധ്യമങ്ങളെ കാണുന്നു. RSS അഖില ഭാരതീയ പ്രതിനിധി സഭ ബംഗളൂരുവിൽ മാർച്ച് 21 മുതൽ 23 വരെയാണ് അഖില ഭാരതീയ പ്രതിനിധി സഭ. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കുംഭമേളയിൽ മഹാമണ്ഡലേശ്വറായി അവരോധിക്കപ്പെട്ട സ്വാമി ആനന്ദവനത്തിന് സ്വീകരണവേദി നിഷേധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ്. മഹാമണ്ഡലേശ്വർ ആയതിനെ തുടർന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായാണ് ജന്മദേശം കൂടിയായ തൃശ്ശൂരിൽ സ്വീകരണമൊരുക്കിയത്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്ത് വൈകിട്ട് നടത്താനിരുന്ന സ്വീകരണ പരിപാടിക്ക് ആദ്യം അനുമതി നൽകിയിരുന്നെങ്കിലും അവസാന നിമിഷം നിഷേധിക്കുകയായിരുന്നു. ഈ മാസം 18-ന് വടക്കുംനാഥനിൽ കലശം നടക്കുന്നതിനാൽ ശ്രീമൂലസ്ഥാനത്ത് ഒഴിവില്ലെന്നും 19-നാണ് നടത്തുന്നതെങ്കിൽ ശ്രീമൂലസ്ഥാനത്ത് വേദി നൽകാമെന്നും ദേവസ്വം ബോർഡ് സംഘാടകരെ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ആദ്യം 18-ന് നടത്താൻ തീരുമാനിച്ച പരിപാടി 19-ലേക്ക് മാറ്റുന്നത്. എന്നാൽ വേദിക്ക് പന്തൽ കെട്ടുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ പരിപാടി ശ്രീമൂലസ്ഥാനത്ത് നടത്താൻ പറ്റില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുകയായിരുന്നു. അവസാന നിമിഷത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് വേദി നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്വാമിജിക്ക് സ്വീകരണത്തിന് മുൻകൂട്ടി ചോദിച്ചതും സമ്മതിച്ചതുമായ സ്ഥലം നൽകാൻ കഴിയുകയില്ല എന്ന ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഭക്തജനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ സ്വീകരണ പരിപാടി നടത്താനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. ജനം, തൃശൂർ. കടക്കിണിയിൽ നട്ടം തിരിയുന്നതിനിടയിൽ വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ പേരിലാണ് യാത്ര. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. പ്രജിത്ത് മോഹനൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സ്. അതിന് കോടികളാണ് പൊടിച്ചത്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സിൽ വന്ന് പരാതി പറഞ്ഞവരുടെ പ്രശ്നങ്ങൾക്ക് ഒന്നും ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്?
അനിൽ, നേരത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിരുന്ന വിവാദങ്ങൾ, അതിന് ചെലവഴിച്ച കോടികൾ, ഇതിൻ്റെ എല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സർക്കാർ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും സമാനമായ രീതിയിലുള്ള ഒരു പരിപാടിയുമായി വീണ്ടും മുഖ്യമന്ത്രി രംഗത്ത് വരികയാണ് എന്നുള്ളതാണ്. പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു ആഘോഷ പരിപാടി, അതും മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും സന്ദർശനം നടത്തി അവിടെ ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പരിപാടി സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. ഇതിനും കോടികൾ ചെലവ് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം മുന്നോട്ട് പോകുന്നു. പദ്ധതി വിഹിതമടക്കം 50% വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സർക്കാർ, കടമെടുത്ത് മുടിയുന്ന കേരളം എന്നൊക്കെ നമ്മൾ പലവട്ടം ഇത് സംബന്ധിച്ച നിരവധി വാർത്തകളൊക്കെ നൽകിയതാണ്. എന്നിട്ടും പുതിയൊരു കേരളം കറങ്ങലുമായി മുഖ്യമന്ത്രി രംഗത്ത് വരുന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള വിവിധ പരിപാടികളാണ് സർക്കാരിൻ്റെ ഈ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ കൂടിയാണ്. ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വിവിധ പദ്ധതികളുടെ അല്ലെങ്കിൽ വിവിധ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച ഗുണഭോക്താക്കളുടെയും ഒപ്പം വീണ്ടും പ്രമുഖ വ്യക്തികളുടെയും യോഗം സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മന്ത്രിസഭയുടെ അറിയിപ്പായി വന്നിരിക്കുന്നത്, അതായത് നേരത്തെ ഈ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിഹാസങ്ങൾ സർക്കാർ ഏറ്റുവാങ്ങിയതാണ്. പ്രത്യേകിച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണമുണ്ടാകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ചയിൽ വന്നു. അന്നൊന്നും അത് സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകിച്ച് അന്ന് സ്വീകരിച്ച പരാതികളിൽ പലതും പിന്നീട് നടപടികളാകാതെ പോയിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോഴാണ് വീണ്ടും ഈ യാത്ര വരുന്നത്. ഈ യാത്രയിലെ കൂടുതൽ വിശദാംശങ്ങൾ പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സ് വലിയ വിജയമാണെന്ന് അവകാശപ്പെടുമ്പോഴും അത് സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പരാജയം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തതകൾ നമുക്ക് ഈ പരിപാടികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. ഇതിനു പുറമെ ഈ സംസ്ഥാന തലത്തിൽ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് മെയ് 3 മുതൽ മെയ് 18 വരെ വിവിധ ജില്ലകളിലായി യുവജനക്ഷേമം, വനിതാ വികസനം, സാംസ്കാരിക വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നിരവധി ചർച്ചകളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെയുള്ള സർക്കാരിൻ്റെ ജില്ലാതല പ്രദർശന വിപണന മേളകളുണ്ട്. സർക്കാരിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ, വികസന കാഴ്ചപ്പാടുകൾ എന്നിവയൊക്കെ അവതരിപ്പിക്കുന്നതാണ് ഇത്തരം പരിപാടികൾ എന്നുള്ളതാണ്. ഇതിന് പുറമെ മറ്റ് വകുപ്പുകളുടെ നിരവധി പരിപാടികൾ, ഒപ്പം ചർച്ചകൾ, കായിക മത്സരങ്ങളൊക്കെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടികളെല്ലാം ജില്ലാതലത്തിൽ സംഘാടക സമിതികൾ, അതായത് ജില്ലാ കളക്ടർക്കും ആ ജില്ലയിലെ മന്ത്രിക്കും, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും ജില്ലാ കളക്ടറും ഒക്കെ ചേർന്നുള്ള ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ഇവരാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ മേഖലാതല അവലോകന യോഗങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇതിൽ പറയുന്നത്. മെയ് മാസത്തിൽ 4 മേഖലകളിലായിട്ടാണ് ഈ പറയുന്ന അവലോകന യോഗം ചേരുന്നത്. ഈ അവലോകന യോഗം എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം 2023 സെപ്റ്റംബറിലൊക്കെ നടന്ന അവലോകന യോഗങ്ങളുടെ തുടർച്ചയായാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ നവകേരള സദസ്സ് നടക്കുമ്പോഴും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞൊരു കാര്യം, 2020 ഈ പറയുന്ന അവലോകന യോഗങ്ങളുടെ തുടർച്ചയായിട്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ പരിഹാരമാകാതെ പോയ ഒരുപാട് പരാതികളൊക്കെ ഈ നവകേരള സദസ്സിൽ തീർക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നിപ്പോൾ വീണ്ടും അതേ അവലോകന യോഗങ്ങളുടെ തുടർച്ച വീണ്ടും സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും, സർക്കാർ തന്നെ സമ്മതിക്കുകയാണ് നവകേരള സദസ്സ് അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത്. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും എല്ലാം ഈ ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുള്ളത്. അതായത് ഈ അവലോകന യോഗങ്ങൾ നടക്കുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാം ഈ മേഖലാതല അവലോകന യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുമെന്നുള്ളതാണ്. വീണ്ടും ചുരുക്കത്തിൽ ഈ അവലോകനത്തിന് വേണ്ടിയൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ യാത്ര എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും പ്രാധാന്യം ഇതിനുണ്ടോ? അതായത് സർക്കാർ ഖജനാവിൽ നിന്ന് പാർട്ടി മീറ്റിങ്ങുകൾ നടത്താൻ വേണ്ടി, പാർട്ടി യോഗങ്ങൾ നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലും ഒരു അപ്രമാദിത്വം കിട്ടാൻ വേണ്ടി ഉള്ള യാത്ര, അത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്നു എന്നല്ലേ ചുരുക്കത്തിൽ ഇതിനെ നോക്കിക്കാണേണ്ടത്? അതിനപ്പുറം എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഇതിന്? അനിൽ, നവകേരള സദസ്സിൽ എന്ത് പ്രസക്തി ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പലപ്പോഴായി വാർത്തകളിലൂടെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതായത് പ്രത്യേകിച്ച് ഒരു കാര്യവും നടക്കാതെ മുഖ്യമന്ത്രിയുടെ യാത്ര മാത്രമായി അത് ചുരുങ്ങി എന്നുള്ളത് കണ്ടതാണ്. ചില പറയുന്ന പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഒതുങ്ങി, അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നവകേരള യാത്രയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ പരാതികളോ അവരുടെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഈ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള പണം എന്നതിനപ്പുറത്തേക്ക് വീണ്ടും ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ ഫണ്ടിൽ കയറ്റി വരാനുള്ള ഒരു ശ്രമം ഉണ്ടാകാനുള്ള എല്ലാ
സാധ്യതയും നിലനിൽക്കുന്നു. നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ സംഘാടകർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പണം കൈമാറണമെന്നുള്ളൊരു ഉത്തരവൊക്കെ വലിയ വിവാദമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സമാനമായ ഒരു നടപടി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്നത് കാണേണ്ടത്. പ്രത്യേകിച്ച് സർക്കാർ ഏപ്രിലിൽ സംഘടിപ്പിക്കുന്ന വൃത്തി കോൺക്ലേവിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ കോടികൾ 8 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾ പിരിച്ച് സർക്കാരിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നുമൊക്കെ കണ്ടെത്തി സർക്കാരിന് നൽകണമെന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ നവകേരള സദസ്സിന് സമാനമായി മുഖ്യമന്ത്രിയുടെ യാത്ര വീണ്ടും വരുന്നത്. അപ്പോൾ വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നുള്ള ഒരു കൈയിട്ടുവാരലിനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ അടക്കമുള്ളവരാണ് ഇതിന്റെ സംഘാടക സമിതി എന്നുള്ളത്. പ്രാദേശിക തലത്തിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. അങ്ങനെ വീണ്ടും സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായി തദ്ദേശ തലത്തിൽ അടക്കമുള്ള ഫണ്ട് സർക്കാർ കൈയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു സംശയം നിലനിൽക്കുന്നത്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പായി വന്നിട്ടുള്ള കുറിപ്പിൽ ഇതിന് ഏത് രീതിയിലാണ് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത് വരും ദിവസങ്ങളിൽ ഉത്തരവുകളായി തന്നെ പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും സ്പോൺസർഷിപ്പ് ഒക്കെ സ്വീകരിക്കുമോ, ഈ പറയുന്ന രീതിയിൽ വിവാദമായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെയുള്ള സ്പോൺസർഷിപ്പ് തുകയൊക്കെ സ്വീകരിക്കുമോ എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി തുടർ വിവാദങ്ങളും ഈ ആലോചനയുടെ ഭാഗമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ഭാഗമായി ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അനിൽ നമ്പ്യാർ. യെസ്, ഈ യാത്രയിലും പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പൗരപ്രമുഖർ മാത്രം മതി. കടക്കിണിയിൽ നട്ടം തിരിയുന്നതിനിടയിൽ വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏപ്രിൽ 21 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് 21 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. PFIയുടെ കണ്ടുകെട്ടിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടി കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന് കത്ത് നൽകി. സംസ്ഥാനം കണ്ടുകെട്ടിയ അക്കൗണ്ട് വിവരങ്ങൾ അറിയിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവരങ്ങൾ തേടിയിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 28 പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. രാജ്യത്തൊട്ടാകെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം. സെപ്റ്റംബർ 27 ഇതിനു മുന്നോടിയായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായി റെയ്ഡുകളും നടന്നു. എന്നാൽ കേരളത്തിൽ റെയ്ഡ് വിവരം പോലീസ് തന്നെ ചോർത്തിയെന്ന വിമർശനം ശക്തമായി. ദേശീയ അന്വേഷണ ഏജൻസി എത്തുന്നതിന് മുൻപ് വിവരം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് പോലീസ് ചോർത്തി നൽകുകയായിരുന്നു. മാത്രമല്ല, തുടർന്നും PFIക്കെതിരായ നടപടികളിൽ സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച വരുത്തി. PFIയുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടണമെന്ന കേന്ദ്ര സർക്കാർ ആവശ്യത്തിൽ സംസ്ഥാനം വരുത്തിയത് ഗുരുതര വീഴ്ചയാണ്. പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി നേരിട്ടാണ് ഗ്രീൻ വാലിയിലെ ആയുധ പരിശീലന കേന്ദ്രം കണ്ടുകെട്ടിയത്. ഇടുക്കിയിലെ റിസോർട്ടിന് സമാനമായ പരിശീലന കേന്ദ്രവും കണ്ടുകെട്ടി. അപ്രഖ്യാപിത ഹർത്താലിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് അക്രമം അഴിച്ചുവിട്ടതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നഷ്ടം ഈടാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിൽ വീഴ്ച വരുത്തിയതോടെ ആഭ്യന്തര സെക്രട്ടറിയെ ഹൈക്കോടതി വിളിച്ചു വരുത്തേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കേരളത്തിൽ പാലിക്കപ്പെട്ടില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. ഇപ്പോഴും പല സംഘടനകളുടെയും മറവിൽ PFI കേരളത്തിൽ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര ഇന്റലിജൻസും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ സംസ്ഥാനം സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കത്ത് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വീഴ്ച ബോധ്യപ്പെട്ടാൽ ചീഫ് സെക്രട്ടറിയും DGPയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. ജമ്മുകശ്മീരിൽ വ്യാപക പരിശോധന നടത്തി NIA. 12 ഇടങ്ങളിലാണ് രാവിലെ മുതൽ സൈന്യത്തിൻ്റെ സുരക്ഷയിൽ പരിശോധന നടത്തിയത്. പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുടെ പ്രവർത്തനം, നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ജമ്മുകശ്മീരിൽ 12 ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയത്. സൈന്യത്തിന്റെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു നടപടി. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ തുടങ്ങി പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2024 ഒക്ടോബറിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പരിശോധന നടത്തിയത്. ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം, ഭീകരർക്ക് ഒളിത്താവളവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകിയെന്ന് കണ്ടെത്തിയവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയത്. പാക് ചാരസംഘടനയായ ISIയുടെ സഹായത്തോടെ ഭീകരർ അതിർത്തിയിൽ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചെന്നും IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു NIA കേസ് രജിസ്റ്റർ ചെയ്തത്. നിരോധിത ഭീകര സംഘടനകളുടെ പ്രവർത്തനം കർശനമായി നിരീക്ഷിക്കുകയും കശ്മീരിൽ യുവാക്കളുടെ റിക്രൂട്ട്മെന്റും നടക്കാത്തതോടെ പേരുള്ളതും ഇല്ലാത്തതുമായ പുതിയ കൂട്ടായ്മകൾ രൂപീകരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു.
ഭീകരവാദികൾക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ ജമ്മു കാശ്മീർ സുരക്ഷാ അവലോകന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു. ജനം, ഡൽഹി. നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുമായി സംസ്ഥാന സർക്കാർ. സംഘർഷത്തിൽ 65 അക്രമികളെ അറസ്റ്റ് ചെയ്തു. നഗരത്തിൽ 10 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കർഫ്യൂ തുടരുകയാണ്. സംഘർഷം ആസൂത്രിതമാണെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. തിങ്കളാഴ്ച രാത്രി നാഗ്പൂരിലുണ്ടായ സംഘർഷം ആസൂത്രിതമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെ 65 പേരെ അറസ്റ്റ് ചെയ്തു. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കലാപത്തിന് ശ്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിരുന്നു. കൊട്വാലി, ലഗത്ഗഞ്ച, സക്കർധാര, കപിൽ നഗർ തുടങ്ങി 10 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. നിലവിൽ സ്ഥിതി ശാന്തമാണെന്നും കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ ഖുർആൻ കത്തിച്ചു എന്ന വ്യാജ പ്രചരണം നടത്തിയായിരുന്നു തീവ്ര ഇസ്ലാമിക ശക്തികൾ നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ചത്. സംഘർഷത്തിൽ നിരവധി വാഹനങ്ങൾക്ക് തീവച്ചു, കടകൾ അടിച്ചു തകർത്തു. അക്രമത്തിൽ 15 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. ജനം, ഡൽഹി. കാത്തിരിപ്പിന് വിരാമമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തി. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 3:27 ബഹിരാകാശ പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിലിറങ്ങി. കൃത്യം 2:48 ഡി ഓർബിറ്റിംഗ് ആരംഭിച്ച പേടകത്തിൽ നിന്നും 4 യാത്രികരും സുരക്ഷിതരായി പുറത്തെത്തി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഡി ഓർബിറ്റിംഗ് ആരംഭിച്ചത് 2:48 കൃത്യമായി വേഗത കുറച്ച് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ സുരക്ഷിതമായി ഭൂമിയെ തൊട്ടു. 2 ഘട്ടമായി 4 പാരഷൂട്ടുകൾ വിടർത്തി പേടകത്തിന്റെ ഗതിവേഗം കൃത്യമായി നിയന്ത്രിച്ച് 3:27 സമുദ്രത്തിൽ ഇറങ്ങി. സമുദ്രത്തിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ സുരക്ഷാ നിരീക്ഷണങ്ങൾക്ക് ശേഷം കോസ്റ്റ് ഗാർഡ് ബോട്ടുകൾ പേടകത്തിനടുത്തെത്തി വടം ഉറപ്പിച്ച് റിക്കവറി കപ്പലിലേക്ക് എത്തിച്ചു. അല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം ബഹിരാകാശ യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ആദ്യം നിക് ഹേഗും രണ്ടാമതായി അലക്സാണ്ടർ ഗോർബനോവും തൊട്ടുപിന്നാലെ സുനിത വില്യംസും ബുച്ച് വിൽമോറും പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങി. ബഹിരാകാശ യാത്രികരെ തുടർ പരിശോധനകൾക്കായി മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. 9 മാസങ്ങൾക്ക് മുമ്പ് 6 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്കായി പുറപ്പെട്ട സുനിത വില്യംസ് പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് അവിടെ കുടുങ്ങുകയായിരുന്നു. ബഹിരാകാശത്ത് ചെടികൾ മുളപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ പരീക്ഷണങ്ങൾ സുനിത വില്യംസും കൂട്ടരും നടത്തിയിരുന്നു. വലിയൊരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷത്തിലാണ് ഇന്ന് ലോകം മുഴുവനും. സയൻസ് ഡെസ്ക്, ജനം. എനിക്ക് ബഹിരാകാശം മിസ് ചെയ്യും. അവിടുത്തെ ഓർമ്മകളെ എങ്ങനെ സൂക്ഷിക്കണമെന്നറിയില്ല. തിരികെ യാത്ര പുറപ്പെടും മുമ്പ് സുനിത വില്യംസ് പറഞ്ഞ വാക്കുകളിലുണ്ട് ആ ധീര വനിതയുടെ വലിപ്പം. സ്ത്രീശക്തിയുടെ അടയാളപ്പെടുത്തലിന് 1-ാം പേരാകുന്നു സുനിത വില്യംസ്. 8 ദിവസത്തേക്ക് യാത്ര പോയതാണ്. പെട്ടുപോയത് 278 അധിക നാളുകൾ. ഭൂമിയിൽ യുദ്ധം ജയിച്ചു ശീലിച്ച സൈനിക സുനിത വില്യംസിന് ബഹിരാകാശവും ഇടം പകുത്തു. പുതിയ പരീക്ഷണങ്ങളിലേക്ക് മനസ്സു നട്ട് ഒഴുകിപ്പരന്നു ആ ധീരവനിത. ഒരു ദിനം 16 വട്ടം സൂര്യൻ ഉദിച്ചസ്തമിച്ചു കൺമുന്നിൽ. അതിജീവനത്തിന് ആസ്വാദനമെന്ന അർത്ഥം അടിവരയിട്ടു അവർ. മുളച്ച ചീരയുടെ ചോപ്പ് കണ്ട് ചിരിച്ചു. അച്ചടിച്ചു വന്ന കളർപ്പടങ്ങളിലൊന്നിലും ആകാംക്ഷയുടെ തരി പോലുമില്ല ആ മുഖത്ത്. ഒടുവിലി പുലർച്ചെ ഒരിറ്റു വൈകാതെ വരച്ചുവെച്ച അതേ വഴിയിലൂടെ മേഘവെളുപ്പും കടന്ന് കടൽ നീല തൊട്ട നേരം നെടുവീർപ്പൊച്ച വെച്ചു ലോകം.
പ്രിയപ്പെട്ട സുനിത വില്യംസ്, നിങ്ങൾ സ്വയം ഒരു സ്വപ്നമാണ്. ഞങ്ങളത് വീണ്ടും വീണ്ടും കാണട്ടെ. സ്പേസ് ഡെസ്ക്, ജനം. ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് ഭാരതത്തിലേക്ക് എത്തുമെന്ന് ബന്ധുക്കൾ. മടങ്ങിയെത്തിയ ശേഷം കുടുംബത്തോടൊപ്പം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് ബന്ധുവായ ഫാൽഗുനി പാണ്ഡ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സുനിതയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. സുനിതയെ കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം കത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി മാർച്ച് 1 എഴുതിയ കത്ത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് എക്സിൽ പങ്കുവച്ചത്. സുനിത വില്യംസും സംഘവും സുരക്ഷിതമായി ഭൂമി തൊട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഗുജറാത്തിലെ ജുലാസൻ ഗ്രാമവാസികൾ. പടക്കം പൊട്ടിച്ചും ക്ഷേത്രത്തിൽ ആരതി നടത്തിയുമാണ് സുനിതയുടെ തിരിച്ചുവരവ് ഇവിടുത്തെ ജനങ്ങൾ ആഘോഷമാക്കിയത്. സുനിതയുടെ പൂർവികരുടെ ജന്മഗ്രാമമാണ് ജുലാസൻ. ലോകമാകെ ഉറ്റുനോക്കിയ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് അവരും ആഘോഷരാവാക്കി. 9 മാസങ്ങൾക്കു ശേഷമുള്ള സുനിതയുടെ സുരക്ഷിത മടക്കം ഉറങ്ങാതെ കാത്തിരുന്ന് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും ക്ഷേത്രങ്ങളിൽ ആരതി നടത്തിയും ആഘോഷിച്ചു. വർഷങ്ങൾക്ക് മുൻപ് സുനിതയുടെ കുടുംബം അമേരിക്കയിലേക്ക് കുടിയേറിയതാണെങ്കിലും സുനിത ഇന്നും ജുലാസനിലെ ജനങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ട മകളാണ്. മടക്കയാത്ര വൈകിയപ്പോൾ സുനിതയുടെ ആരോഗ്യത്തിനായി ദിവസവും ഇവിടെ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നിരുന്നു. സുനിതയുടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും പേരിൽ ഇവിടെ ലൈബ്രറിയുമുണ്ട്. നാഷണൽ ഡെസ്ക്, ജനം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ എത്തിയ സുനിത വില്യംസിനും സംഘത്തിനും അഭിനന്ദനം അറിയിച്ച് ISRO ചെയർമാൻ വി നാരായണൻ. ബഹിരാകാശ പര്യവേഷണത്തിലെ പ്രതിബദ്ധതയുടെ തെളിവാണ് പ്രകടമായതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. നാസയ്ക്കും സ്പേസ് എക്സിനും അമേരിക്കയ്ക്കും ആശംസ നേരുന്നതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാ വർക്കർമാർ മാധ്യമങ്ങളെ കാണുന്നു. അവരുടെ നേതാവ് മിനി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. വിരമിക്കൽ പ്രായം 62 വയസ്സിൽ പിരിച്ചുവിടാൻ സംസ്ഥാനത്തിന് ഉത്തരവുണ്ട്. അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള ആ ഉത്തരവ് നമ്മുടെ കൈവശമുണ്ട്. അതിനെക്കുറിച്ചും പറയുന്നത് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നതാണെന്നാണ്. അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തരവ് കാണിക്കുമ്പോഴും അത്തരം രേഖകൾക്കൊന്നും യാതൊരു മറുപടിയില്ല. പലതവണ നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകണം എന്ന റിക്വസ്റ്റാണ് വെക്കാനുള്ളത്. എന്താണേലും ഏറ്റവും ഒടുവിൽ നമ്മൾ വെച്ച കാര്യങ്ങൾ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു മന്ത്രിയുമായിട്ടൊരു ചർച്ചയ്ക്കൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും വേഗം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് എത്രയും വേഗത്തിൽ ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം മാത്രമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നിട്ടുള്ളത്. വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും അക്കമിട്ട് തിരുത്തി നേരത്തെ കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ വിഷയത്തിൽ ടച്ച് ചെയ്യാൻ പോലും തയ്യാറല്ല. 38 ദിവസം നീണ്ട ഒരു സമരത്തിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പരിഗണിക്കും എന്ന തരത്തിലാണ്. അതേ പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ സമരം തുടങ്ങി 4ാം ദിവസം വന്നപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്ത് വ്യത്യാസമാണ് ഇന്നുള്ളതെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ അമിത ജോലിഭാരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല ഞങ്ങളുടെ സമരത്തിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവരതിനകത്തേക്ക് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അതാണ് കേട്ടില്ല. അതറിയാം, നിങ്ങൾ പിൻവാങ്ങണം. ഡോക്ടർ വിനയ് ഗോയൽ ഡയറക്ടർ വളരെ പ്ലീസിംഗ് ആയിട്ട് പറയുന്നു, ഈ സമരത്തിൽ നിങ്ങൾ പിൻവാങ്ങണം. അതാണ് അവർക്ക് ആകെ പറയാനുള്ള ഒരേ ഒരു കാര്യം. ഈ സമരം മതിയാക്കി പോകണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സർക്കാരിന് സമയം കൊടുക്കണം. അത് എത്ര നാൾ ഞങ്ങൾ ചോദിച്ചു. 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മിനിമം ഓണറേറിയം 700 രൂപ പ്രതിദിനം എന്നതാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. 4 വർഷം കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഞങ്ങൾ സമയം കൊടുക്കേണ്ടത്? ഇനിയും സമയം കൊടുക്കണം. സർക്കാരിൻ്റെ ഖജനാവിൽ പണം വരട്ടെ, അപ്പോൾ തരാമെന്നാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടത്. നമുക്കത് കേൾക്കേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞു. നമ്മളത് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. പക്ഷേ എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ മന്ത്രിയുമായിട്ട് ചർച്ച നടത്താനുള്ളൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇന്നിപ്പോൾ അവസാനം. അതെ, സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണെന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് സമയം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ 500 രൂപയിൽ നിന്ന് അല്ലെങ്കിൽ 100 രൂപയിൽ നിന്ന് ഇപ്പോൾ വർദ്ധിച്ച് 7000-ൽ എത്തിയില്ലേ? അതുകൊണ്ട് ഇനിയും അത് ക്രമാനുഗതമായി വർദ്ധിക്കും. ഇങ്ങനെയുള്ള
അഭിപ്രായങ്ങളാണ് നമ്മുടെ മേലധികാരികൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും സമരം ശക്തമായി പോവും. നാളെ രാവിലെ 11 മണിക്ക് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. ആശാവർക്കർമാർ ധാരാളമായി ഈ നിരാഹാര സമരത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായി. അവരുടെ പേരും ഡീറ്റെയിൽസും ഇതിനോടകം തന്നു കഴിഞ്ഞു. ഞങ്ങളത് വൈകുന്നേരത്തോടു കൂടി, കാരണം ആദ്യം കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് തന്നെ വേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയേറെ ആശാവർക്കർമാരാണ് അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. മുഴുവൻ ആശാവർക്കർമാർ സംസാരിച്ചു, ഓരോരുത്തരുടെയും ജീവിത പ്രാരാബ്ധങ്ങൾ അവിടെ വിശദീകരിച്ചു. ആ പന്തലിരിക്കുന്ന 99% ആശാവർക്കർമാരുടെയും ജീവിത പ്രാരാബ്ധങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഇന്നിവിടെ വന്നത്. അതൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്ന മാത്രയിൽ തന്നെ സർക്കാരിന് സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മുന്നിൽ സർക്കാരിൻ്റെ ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ചോദിക്കാതെ ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരു, ഞങ്ങളുടെ സമരം തുടങ്ങിയതിന് ശേഷം തന്നെ ചോദിക്കാതെ തന്നെ ആളുകൾക്ക് കൊടുക്കുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ ഖജനാവൊന്നും കാലിയല്ല. ആശാവർക്കർമാർക്ക് ഒരു ഓണററി മിനിമം തുക, ഈ കേരളത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും മിനിമം തുക ചോദിക്കുമ്പോൾ മാത്രമാണ് ഖജനാവിൻ്റെ വളരെ ദയനീയ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. ആരോഗ്യമന്ത്രിയുടെ ചർച്ചയുടെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു എപ്പോഴത്തേക്ക്? ഇല്ല, ഏറ്റവും എളുപ്പത്തിൽ തന്നെ അതിന് വേണ്ടുന്ന ഒരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് റിക്വസ്റ്റ് പോവും. ഉടനെ തന്നെ NHM ഡയറക്ടർ വിനയ് ഗോയൽ സാർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണും. അവരുടെ ഭാഗത്ത് നിന്ന് ആരൊക്കെയാണ് പങ്കെടുത്തെന്ന് അറിയാമോ? ഇവിടെ ഡോക്ടർ വിനയ് ഗോയൽ NHM ഡയറക്ടർ, ഡോക്ടർ ബിജോയ്, അദ്ദേഹം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറാണ്, ഡോക്ടർ എബി, അതോടെ അതിൻ്റെ NHMൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഡോക്ടർ ശ്രീമതി സീന, പിന്നെ അവിടെ ഓഫീസ് ഡോക്ടർ രാഹുൽ, പിന്നെ അവിടെ ഓഫീസ്. ശരി. ആശാവർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരവുമായി മുന്നോട്ട് പോകും. NHM സ്റ്റേറ്റ് ഡയറക്ടർമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. അവരുന്നയിച്ച ആവശ്യങ്ങൾക്ക് ഒന്നും പരിഹാരമില്ല. അതേസമയം ആരോഗ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയൊരുക്കാം, അവസരമൊരുക്കാം എന്ന ഒരു ഉറപ്പ് മാത്രമാണ് ലഭിച്ചത്. അവരുടെ നേതാവ് മിനിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. മറ്റു വാർത്ത നോക്കാം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ കമ്പനിക്ക് വേണ്ടി ചെക്ക് ഡാം തകർത്തതായി പരാതി. കൊരയാർ പുഴയിൽ എടുപ്പുകുളം ഭാഗത്തെ ചെക്ക് ഡാമാണ് പൊട്ടിച്ചത്. ഡാമിൽ വെള്ളം സംഭരിച്ചാൽ മദ്യക്കമ്പനിയുടെ ഭാഗത്ത് പുഴയിൽ വെള്ളം കുറവായിരിക്കും. അതുകൊണ്ടാണ് ഡാം പൊളിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. കോരയാർ പുഴയിൽ എടുപ്പുകുളം ഭാഗത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 65 ലക്ഷം രൂപ ഫണ്ടിൽ ചെക്ക് ഡാമിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് തടയണയിൽ വെള്ളം നിൽക്കാത്ത തരത്തിൽ ചില ഭാഗങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത്. തടയണയുടെ മധ്യഭാഗത്തായാണ് വെള്ളം ഒഴുകിപ്പോവാൻ ദ്വാരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തടയണ നിർമ്മിച്ച ശേഷം 3 വർഷക്കാലം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റാതെ ഈ ഷട്ടർ അടച്ച് ക്ലോസ് ചെയ്തിട്ട് 2ാം പ്രാവശ്യമാണ് വെള്ളം സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയത്. വീണ്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, കർഷകർക്ക് വേണ്ടിയിട്ടാണോ അതോ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ഇത് പൊളിച്ചു മാറ്റുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇത് പൊളിച്ചു മാറ്റുന്നതോടൊപ്പം ഇവിടുത്തെ 2000 ഏക്കറോളം വരുന്ന കൃഷിക്കാർക്ക് വെള്ളം സ്റ്റോറേജ് ഇല്ലാതെ ഈ ചെലവഴിക്കുന്ന പണത്തിന് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ മാറി എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. മദ്യക്കമ്പനി ഏറ്റെടുത്ത 24 ഏക്കർ ഭൂമിയുടെ അരികിലൂടെയാണ് കോരയാർ പുഴ കടന്നു പോകുന്നത്. എടുപ്പുകുളം ഭാഗത്ത് വെള്ളം സംഭരിക്കപ്പെട്ടാൽ മദ്യക്കമ്പനിയുടെ ഭാഗത്ത് വെള്ളം എത്തില്ല. ഇത് മനസ്സിലാക്കിയാണ് തടയണ തകർത്തത് എന്നാണ് കർഷകർ ഉൾപ്പെടെ പറയുന്നത്. ഇന്നിപ്പോൾ മദ്യക്കമ്പനി ഏറ്റെടുത്തുള്ള സ്ഥലത്തിൻ്റെ സൈഡിലൂടെയാണ് ഈ കോരയാർ പുഴ കടന്നു പോകുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു തടയണ പൊളിക്കുന്നതോടുകൂടി ഈ മദ്യക്കമ്പനി വരും എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളം എത്തിക്കാനും ഉള്ള സംവിധാനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് കർഷകരോട് ചെയ്യുന്നൊരു ദ്രോഹമാണ്. കാരണം ഈ 2000 ഏക്കറിൽ കൃഷിയാണ് ഈ പ്രദേശത്തുള്ളത്. അവരെല്ലാം ഈ തടയണയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തടയണ പൊളിച്ചു മാറ്റാതെ പൊളിച്ച തടയണ പൂർണ്ണമായിട്ടും അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് പൊളിച്ച തടയണ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം കൂടുതൽ വെള്ളം വരുമ്പോൾ കൃത്യമായി ഒഴുകിപ്പോവാനാണ് ദ്വാരങ്ങൾ സൃഷ്ടിച്ചതെന്നാണ്
ഇറിഗേഷൻ വകുപ്പിന്റെ വിശദീകരണം. കോരയാർ പുഴയിലെ ഈ ചെക്ക് ഡാമിൽ വെള്ളം സംഭരിച്ചാൽ ഏക്കർ കണക്കിന് നെൽകൃഷിക്കാണ് അത് ഗുണകരമാവുക. എന്നാൽ മദ്യക്കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കാനാവില്ല എന്നുള്ള നിലപാടിലാണ് കർഷകരും നാട്ടുകാരും. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ആശാവർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരവുമായി മുന്നോട്ട് പോകും. സ്റ്റേറ്റ് NHM ഡയറക്ടറുമായി അവർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ശ്രീനന്ദ ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ. ശ്രീനന്ദ, എന്തായാലും സമരവുമായിട്ട് മുന്നോട്ട് പോകും. അവരുന്നയിച്ച ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല. ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കും. ആ ഒരു ഉറപ്പ് മാത്രമാണ് ലഭിച്ചത്. എങ്ങനെയാണ് ഇപ്പോൾ സമരം ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ശ്വസിക്കുന്ന വായുവിന് മാത്രമേ ഇനി ടാക്സ് ഏർപ്പെടുത്താനുള്ളൂ. ബാക്കി സകലത്തിനും അവർ ടാക്സ് ഏർപ്പെടുത്തി അല്ലേ? നമ്മൾ ജീവിക്കുന്നത് ഉത്തർപ്രദേശിലല്ല, മധ്യപ്രദേശിലല്ല. ഏറ്റവും കൂടുതൽ ജീവിത സാഹചര്യങ്ങളും വില കൂടിയ നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഇവിടെ എന്തിനാണ് വില കുറവുള്ളത്? മനുഷ്യന് മാത്രം, അതായത് അധ്വാനിക്കുന്നവന് ഇവിടെ വിലയില്ല. സമ്പന്നരുടെ പാർട്ടിയായി ഞങ്ങളുടെ ഭരണം. നമുക്ക് അവിടെ സംസാരിക്കാം. ശ്രീനന്ദ, വിശദാംശങ്ങൾ. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നു. അനിശ്ചിതകാല സമരം നാളെ ആരംഭിക്കും. രാപ്പകൽ സമരത്തിന് ശേഷം അനിശ്ചിതകാല സമരം. വിശദാംശങ്ങൾ ശ്രീനന്ദ. അനിൽ നമ്പ്യാർ, ഇപ്പോൾ ആശാവർക്കർമാർ പറയുന്ന പോലെ തന്നെ അവർ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇപ്പോൾ യാതൊരുവിധ നീക്കുപോക്കുകളും ഈ സമരം വഴി ഈ ഒരു ചർച്ച വഴി നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നാളെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് തന്നെ പോകും എന്നൊരു ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ ആശാമാരിൽ നമുക്ക് ലഭിക്കുന്നത്. അവർ NHM ഡയറക്ടറുമായി ചർച്ച നടത്തിയെങ്കിലും അവരുടെ യാതൊരുവിധ ആവശ്യങ്ങളും NHM ഡയറക്ടർ ആവശ്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് അവരുടെ ആവശ്യങ്ങളൊന്നും എല്ലാം തന്നെ തള്ളിക്കളയുന്നൊരു നിലപാടിലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ മന്ത്രിയുമായി, വീണ ജോർജുമായി ഒരു ചർച്ച നടത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് NHM ഡയറക്ടർ ഉറപ്പ് നൽകിയതായാണ് ഇപ്പോൾ ആശമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സമരവുമായി തന്നെ മുന്നോട്ട് പോകും. പ്രധാന ചർച്ചകൾ, അവർ ഉന്നയിച്ച പ്രധാന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ടാണ് യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് കുറച്ച് സമയം ക്ഷമിക്കണം, കുറച്ച് സമയം കാത്തു നിൽക്കണം എന്നാണ് ആശാ വർക്കർമാരോട് NHM ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. മന്ത്രിയോ ആരുമോ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മന്ത്രിയുമായി ഒരു ചർച്ച നടത്താൻ വേണ്ടി എല്ലാ സഹായങ്ങളും NHM ഡയറക്ടർ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശാ വർക്കർമാരോട് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി ഒരു അവസരം ഒരുക്കും, അതിൽ അവർ വളരെയധികം സന്തോഷത്തിലാണ്. ആ ഒരു അവസരം ഒരുക്കണം. എന്നാൽ തങ്ങളുടെ വാഗ്ദാനങ്ങൾ, തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുമേ പാലിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചർച്ച പൂർണ്ണ പരാജയം എന്ന് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്നത്. ഇങ്ങനൊരു പരാജയപ്പെട്ട ചർച്ച എന്തിനാണ് NHM ഡയറക്ടറും അതുപോലുള്ള മറ്റുള്ളവരും എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുന്നിട്ട് ഇറങ്ങിയത് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ മാത്രമാണ് അവർ ഉന്നയിച്ചത്. യാതൊരു ആവശ്യങ്ങളും ഇവർ പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആവശ്യങ്ങളൊന്നും തന്നെ നടത്താൻ വേണ്ടി ഇവർ തയ്യാറാകുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സമരം നാളെ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. അതിൽ നിന്ന് പിന്നോട്ടില്ല. നാളെ 11 മണിക്ക് തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം വളരെ ശക്തമായി തന്നെ തുടരും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ ശക്തമായി തന്നെ 3 ആശമാർ ഈ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശമാർ പറഞ്ഞിരിക്കുന്നത്. അവർ വികാരഭരിതരായാണ് സംസാരിച്ചത്. അവർ വളരെയധികം സങ്കടത്തിലാണ്. കാരണം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ, തങ്ങളുടെ ഈ 38 ദിവസത്തെ സമരത്തിന് എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് അവർ വളരെയധികം പ്രതീക്ഷിച്ചു. എന്നാൽ യാതൊരുവിധ നീക്കുപോക്കുകളോ യാതൊരുവിധ കാര്യങ്ങളോ ഇതിൽ നിന്ന്, ഈ ഒരു ചർച്ചയിൽ നിന്ന് NHM ഓഫീസിൽ 12:30 വിധിച്ച ചർച്ചയാണ് ഇപ്പോൾ 1:50 2 മണിയോടെടുക്കും. ക്ഷമിക്കണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. സ്റ്റേറ്റ് NHM ഡയറക്ടറുമായി അവർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ആരോഗ്യമന്ത്രിയുമായി ഒരു ചർച്ചയ്ക്ക്, ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കും എന്ന ഉറപ്പ് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. 2.5 വയസ്സുകാരനെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനൊടുക്കി. കൊല്ലം താന്നിയിലാണ് സംഭവം. താന്നി പാലത്തിന് സമീപം താമസിക്കുന്ന അജീഷ് കുമാർ, ഭാര്യ സുലു എന്നിവരാണ് 2.5 വയസ്സുള്ള മകൻ ആദിയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സാമ്പത്തിക പ്രശ്നം തന്നെയാണോ ഈ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചത്?
അനിൽ നമ്പ്യാർ സാമ്പത്തിക പ്രശ്നവും ഒപ്പം അർബുദ രോഗവും ഇതാണ് ആത്മഹത്യക്കുള്ള കാരണമെന്നാണ് പോലീസിന്റെയും പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ ഇപ്പോഴും വീടിനുള്ളിൽ തന്നെയാണുള്ളത്. താന്നി സുചിത്ര നഗർ BSNL ഓഫീസിന് സമീപത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളാണ് 38 വയസ്സുള്ള അജീഷും 36 വയസ്സുള്ള സുലുവും. ഇവരുടെ 2.5 വയസ്സുള്ള കുഞ്ഞ് ആദി 3 പേരും മാതാപിതാക്കളോടൊപ്പം അജീഷിന്റെ അച്ഛനോടും അമ്മയോടുമൊപ്പം ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഈ സംഭവം പുറത്തറിയുന്നത്. രാവിലെ അസാധാരണമായിട്ട് ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാതെ വീടിനുള്ളിൽ മുറിക്കുള്ളിൽ കഴിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട അച്ഛനും അമ്മയുമാണ് പിന്നീട് അടുത്ത ബന്ധുക്കളെ വിവരമറിയിച്ച് വീട് മുറി കുത്തി തുറന്ന് നോക്കുമ്പോൾ അകത്ത് മൃതദേഹങ്ങൾ കാണുന്നത്. 2 പേരുടെയും മൃതദേഹങ്ങൾ തൂങ്ങിയ നിലയിലും കുട്ടിയുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു. ഇന്നലെ രാത്രിയാണോ മരണം സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയുള്ള പരിശോധനയിലാണ് വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ പോലീസ് പ്രാഥമിക ഘട്ട പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അജീഷ് വിദേശത്തായിരുന്നു. 6 മാസം മുൻപാണ് വിദേശത്തു നിന്നും അജീഷ് എത്തിയത്. അതിനുശേഷം ഒരാഴ്ച മുമ്പ് അജീഷിന് അർബുദ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ കഴിഞ്ഞ 1 മാസമായി നടത്തുന്നുണ്ടായിരുന്നു. ഒരാഴ്ച മുൻപ് അർബുദ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ കുടുംബം അതീവ വിഷമഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു. ഈ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ടും 6 മാസമുള്ളപ്പോഴാണ് മാസം തികയാതെ കുട്ടി ജനിക്കുന്നത്. അത് കുട്ടി ജനിക്കാതിരുന്ന് കൂടുതൽ പരിശോധനകളൊക്കെ നടത്തി ചികിത്സകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കുട്ടിയുടെ ജനനം ഉണ്ടാകുന്നത്. അതിനുശേഷം കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ തുക ഈ കുട്ടിയുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നുള്ള ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയതിനു ശേഷവും കാര്യമായ ജോലിയും കാര്യങ്ങളൊന്നും അജീഷിന് ഉണ്ടായിരുന്നില്ല. സ്വന്തമായി ഉണ്ടായിരുന്ന വീടും പുരയിടവും ഒക്കെ വിറ്റിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ വാടക വീട്ടിൽ ഇവർ താമസിക്കുന്നത്. അങ്ങനെ കടുത്ത സാമ്പത്തിക ബാധ്യത ഇവർക്ക് ഉണ്ടായിരുന്നു. ആ ബാധ്യത അവരെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ അർബുദ രോഗവും അജീഷിന് സ്ഥിരീകരിക്കുന്നത്. അത് കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടാണ്, മാനസിക പ്രശ്നങ്ങളാണ് വരുത്തി വെച്ചത്. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടന്നു എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നടത്തിയ പരിശോധനയിൽ നിന്നും അവർ എത്തിയതിനു ശേഷം പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യക്കുറിപ്പോ മറ്റോ ഉണ്ടോ എന്ന് പോലീസ് വീടിനുള്ളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയാക്കുക. അനിൽ നമ്പ്യാർ. 2.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ അമ്മയും അച്ഛനും ജീവനൊടുക്കി. കൊല്ലം താന്നിയിലാണ് സംഭവം. താന്നി പാലത്തിന് സമീപം താമസിക്കുന്ന അജീഷ് കുമാർ, ഭാര്യ സുരു എന്നിവരാണ് 2.5 വയസ്സുള്ള മകൻ ആദിയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. 14ാമത് സർവമംഗള പുരസ്കാരം AP പത്മിനി ടീച്ചർക്ക് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 24 കണ്ണൂർ ചിറക്കലിലെ ശ്രീമംഗലം വയോജന സേവന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ പത്മിനി ടീച്ചർക്ക് പുരസ്കാരം സമ്മാനിക്കും. ശ്രീകൃഷ്ണ വിഗ്രഹവും പൊന്നാടിയും 22,222 രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ സമ്മേളനം മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. യുവപിന്നണി ഗായകൻ NC റോഷൻ ചടങ്ങിൽ മുഖ്യാതിഥിയാവും. അധ്യാപികയായിട്ട് ഇപ്പോഴും പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള ശ്രീമതി AP പത്മിനി ടീച്ചർക്ക് പുരസ്കാരം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. പുരസ്കാരം സമ്മാനിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമതി രക്ഷാധികാരി ശ്രീമതി KP ശശികല ടീച്ചറാണ്. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നന്ദി, നമസ്തേ.